ഹലോ മക്കളെ, എന്തൊക്കെയാണ് കുഞ്ഞു മക്കളെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ഏതാണ്? കുഞ്ഞുമോളുടെ തട്ടുകട. എന്താണ്? കുഞ്ഞുമോളുടെ തട്ടുകട. ഈ ചിത്രം ഒന്ന് നോക്കിയേ. ചിത്രത്തിൽ ആരൊക്കെ ഉള്ളത്? ആരൊക്കെയുണ്ട്? കുഞ്ഞുമോളുണ്ട്, കുഞ്ഞുമോളുടെ അച്ഛനും ഉണ്ട് അല്ലേ? പിന്നെയോ ഒരു തട്ടുകടയും ഉണ്ടല്ലേ? കുഞ്ഞുമോൾ എന്താ ഭയങ്കര സങ്കടത്തിലാണല്ലേ? കുഞ്ഞുമോളുടെ മുഖം നോക്ക്. കുഞ്ഞുമോൾക്ക് എന്തോ സങ്കടം ഉണ്ടല്ലേ? അപ്പുറത്തെ പേജിലോ ഒരുപാട് ആളുകളുണ്ടല്ലേ? ഒരുപാട് ആളുകളുണ്ട് ഭക്ഷണം കഴിക്കുന്നവരുടെ തട്ടുകടയിൽ നിന്നല്ലേ? നല്ല തിരക്കാണല്ലേ? നല്ല തിരക്കുണ്ടാകൽ എപ്പോഴാണ്? നല്ല ഭക്ഷണം കിട്ടുമ്പോഴാണ്. ഭക്ഷണം കിട്ടുന്ന കടയിലാണ് നല്ല തിരക്കുണ്ടാകുക അല്ലേ? നിങ്ങളൊക്കെ പുറത്ത് പോയി ഭക്ഷണം കഴിക്കാറുണ്ടോ? ഉണ്ടോ? ഓക്കെ, അപ്പോൾ നമുക്ക് കുഞ്ഞുമോളുടെ തട്ടുകടയിലെ വിശേഷങ്ങൾ നോക്കാം. ഓക്കെ, കുഞ്ഞുമോളുടെ തട്ടുകട. കുഞ്ഞുമോൾക്ക് ഒരു തട്ടുകടയുണ്ട്. അവളുടെ അമ്മയും അച്ഛനും ചേർന്ന് നടത്തുന്ന തട്ടുകട. ദോശ, ഇഡലി, പുട്ട്, നെയ്യപ്പം, അങ്ങനെ പല പല പലഹാരങ്ങൾ. എല്ലാത്തിനും നല്ല സ്വാദ്. അവരുടെ ഭക്ഷണത്തിൻ്റെ രുചി അറിഞ്ഞവർ വീണ്ടും വീണ്ടും വന്നു. തട്ടുകടയിൽ തിരക്കോട് തിരക്ക്. വന്നവർക്കെല്ലാം അവർ സ്നേഹത്തോടെ ആഹാരം വിളമ്പി. അപ്പോൾ എന്താണ്? കുഞ്ഞുമോക്ക് ഒരു തട്ടുകടയുണ്ട്. ആരൊക്കെ ചേർന്നാണ് അത് നടത്തുന്നത്? അവളുടെ അച്ഛനും അമ്മയും കുഞ്ഞുമോളും കൂടെ ചേർന്നാണ് തട്ടുകട നടത്തുന്നത് അല്ലേ? അവിടെ എന്തെല്ലാം പലഹാരങ്ങളുണ്ട്? ദോശ, ഇഡലി, പുട്ട്, നെയ്യപ്പം, അങ്ങനെ പല പല പലഹാരങ്ങളുണ്ടല്ലേ? എല്ലാത്തിനും നല്ല സ്വാദ്. ഭക്ഷണത്തിൻ്റെ രുചി അറിഞ്ഞവരൊക്കെ എന്ത് ചെയ്തു? വീണ്ടും വീണ്ടും അങ്ങോട്ട് തന്നെ ഭക്ഷണം കഴിക്കാൻ വന്നു അല്ലേ? തട്ടുകടയിൽ നല്ല തിരക്കാണ് എല്ലാ ദിവസവും. വന്നവർക്കെല്ലാം അവരെന്ത് ചെയ്തു? സ്നേഹത്തോടെ ആഹാരം വിളമ്പിക്കൊടുത്തു അല്ലേ? ഓക്കെ, അപ്പോൾ അപ്പുറത്തെ പേജ് നോക്കാം. കണ്ടെത്താം. എന്താണ്? കുഞ്ഞുമോളുടെ തട്ടുകടയിൽ എന്തെല്ലാം പലഹാരങ്ങളുണ്ട്? എന്തെല്ലാം പലഹാരങ്ങളാണ് കുഞ്ഞുമോളുടെ തട്ടുകടയിലുള്ളത്? ദോശ, ഇഡലി, പുട്ട്, നെയ്യപ്പം അല്ലേ? എന്തുകൊണ്ടാണ് കുഞ്ഞുമോളുടെ തട്ടുകടയിൽ ഇത്രയും തിരക്ക്? എന്തുകൊണ്ടാണ് ഇത്രയും തിരക്ക്? സ്വാദുള്ള ഭക്ഷണം കൊടുക്കുന്നത് കൊണ്ടാണ് അത്രയും തിരക്ക് അല്ലേ? അതുകൊണ്ടല്ലേ അത്രയും തിരക്ക് അവിടെ? ഓക്കെ, സ്വന്തമായി ഒരു തട്ടുകടയുണ്ട്. സ്വാദുള്ള ആഹാരവുമുണ്ട്. എന്നിട്ടും കുഞ്ഞുമോൾക്ക് ഒന്നും കഴിക്കാൻ വേണ്ട. അച്ഛനും അമ്മയും സങ്കടപ്പെട്ടു അല്ലേ? എന്താണ്? സ്വന്തമായിട്ട് ഒരു തട്ടുകട ഉണ്ടായിട്ടും നല്ല സ്വാദുള്ള ആഹാരങ്ങൾ അവിടെ ഉണ്ടായിട്ടും കുഞ്ഞുമോൾക്ക് എന്താണ്? ഒന്നും കഴിക്കാൻ വേണ്ട. അപ്പോൾ എന്താണ്? കുഞ്ഞുമോള് നേരത്തെ നമ്മൾ കുഞ്ഞുമോളുടെ മുഖത്ത് എന്തോ സങ്കടം ഉണ്ട് പറഞ്ഞില്ലായിരുന്നോ? അപ്പോൾ എന്താണ് കുഞ്ഞുമോളെ സങ്കടം? എന്താ? അവൾക്ക് ഒന്നും കഴിക്കാൻ വേണ്ട. അപ്പോൾ അവളുടെ അമ്മ എന്താ പറയുന്നത് നോക്കൂ. ദിവസം കഴിയും തോറും മോൾക്ക് ക്ഷീണം കൂടിക്കൂടി വരുന്നു. തീരെ ഉഷാറില്ല. ഒരു ഡോക്ടറെ കാണിക്കണം അല്ലേ? അമ്മ അച്ഛനോട് പറയാണ്, കുഞ്ഞുമോൾക്ക് തീരെ ഉഷാറില്ല, ക്ഷീണം കൂടിക്കൂടി വരുന്നുമുണ്ട്. അപ്പോൾ എന്ത് വേണം? അവളെ ഒരു ഡോക്ടറെ കാണിക്കണം അല്ലേ? നമുക്കൊക്കെ അസുഖം വന്നാൽ അങ്ങനെയല്ലേ? നമുക്ക് അസുഖം വന്നാൽ അച്ഛനും അമ്മയും എന്ത് ചെയ്യും? നമ്മളെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകും അല്ലേ? അതുപോലെ കുഞ്ഞുമോളെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോവുകയാണ് അവർ. നോക്ക്, കുഞ്ഞുമോളെ ഡോക്ടറെ കാണിക്കാൻ ഡോക്ടറുടെ അടുത്തെത്തിയല്ലേ? എന്താണ് ഡോക്ടർ കുഞ്ഞുമോളെ പരിശോധിക്കുകയാണല്ലേ? അപ്പം അച്ഛൻ എന്താണ് പറയുന്നത്? ഇവൾ തീരെ ആഹാരം കഴിക്കുന്നില്ല, കടുത്ത ക്ഷീണവും ഉണ്ട് അല്ലേ? തീരെ ആഹാരം കഴിക്കണില്ല എന്ന് അച്ഛൻ ഡോക്ടറോട് പറയാണ്. അപ്പം ഡോക്ടർ എന്താണ് പറഞ്ഞിട്ടുണ്ടാകുക? എന്താ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാകുക? എന്ത് വേണം? വെറുതെ ഭക്ഷണം കഴിച്ചാൽ പോരാ. ഭക്ഷണത്തിൽ പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളും മുട്ടയും പാലും എല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം അല്ലേ? എങ്കിലേ നല്ല എനർജി ഉണ്ടാകുള്ളൂ അല്ലേ? നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ പഴങ്ങളും പച്ചക്കറികളും എല്ലാം ഉൾപ്പെടുത്താറുണ്ടോ? ഉണ്ടോ?
പഴങ്ങളും പച്ചക്കറികളും എല്ലാം ഉൾപ്പെടുത്തിയാൽ നല്ല ആരോഗ്യമുള്ള ഒരു ശരീരമുണ്ടാകുള്ളൂ അല്ലേ? അപ്പോൾ ഡോക്ടർ എന്താണ് പറഞ്ഞത്? പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളും മുട്ടയും പാലും എല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം എന്ന് കുഞ്ഞുമോളോട് പറഞ്ഞു അല്ലേ? അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. കുഞ്ഞുമോൾ കൃത്യമായി മരുന്ന് കഴിച്ചു, നന്നായിട്ട് ആഹാരവും കഴിച്ചു. അവള് ഉഷാറായി അല്ലേ? ദാ നോക്ക്, കുഞ്ഞുമോൾ ചുറുചുറുക്കോടെ സ്കൂളിൽ പോകാൻ തുടങ്ങി. അച്ഛനും അമ്മക്കും സന്തോഷമായി അല്ലേ? എന്താണ്, അവളിതാ സൈക്കിളിൽ സ്കൂളിൽ പോവുകയാണല്ലേ? അവളുടെ മുഖം നോക്ക്, നല്ല സന്തോഷമുണ്ടല്ലേ? നമ്മൾ ആദ്യം കണ്ട മുഖം പോലെയാണോ? അല്ല, എന്താണ്, അവളുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ട്. എന്തുകൊണ്ടാണ്? അവളുടെ അസുഖമെല്ലാം മാറിയില്ലേ? അവൾ എന്ത് ചെയ്തു? ഭക്ഷണത്തിൽ പഴങ്ങളും പച്ചക്കറികളൊക്കെ ഉൾപ്പെടുത്താൻ തുടങ്ങിയല്ലേ? ഓക്കെ, അഭിനയിക്കാം. എന്താണ്? കുഞ്ഞുമോളുടെ കഥ വായിച്ചല്ലോ. താഴെ പറയുന്ന കാര്യങ്ങൾ കൂട്ടുകാരോടൊപ്പം അഭിനയിക്കാം. എന്തൊക്കെയാണ്? കുഞ്ഞുമോളുടെ തട്ടുകട, കുഞ്ഞുമോൾ ആശുപത്രിയിൽ, സ്കൂളിൽ പോകുന്ന കുഞ്ഞുമോള് അല്ലേ? അപ്പോൾ എന്താണ്? ഇതെല്ലാം കൂട്ടുകാരോടൊപ്പം അഭിനയിക്കാനാണ് പറഞ്ഞത്. അടുത്ത പേജ് നോക്കൂ, വായിക്കാം. ആരോഗ്യമുള്ള ശരീരത്തിന് പോഷകം നിറഞ്ഞ ഭക്ഷണം. നന്നായി വളരാൻ പോഷകം നിറഞ്ഞ ആഹാരം കഴിക്കണം. എന്താണ്? നന്നായിട്ട് വളരണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? പോഷകങ്ങൾ നിറഞ്ഞ ആഹാരം കഴിക്കണം. എന്തൊക്കെയാണ് പോഷകങ്ങൾ നിറഞ്ഞ ആഹാരം എന്ന് പറഞ്ഞാൽ? ധാന്യങ്ങൾ, പച്ചക്കറികൾ, പഴങ്ങൾ, കിഴങ്ങുകൾ, പയറുവർഗ്ഗങ്ങൾ, ഇലക്കറികൾ അല്ലേ? എന്തൊക്കെ? ധാന്യങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ, കിഴങ്ങുകൾ, പഴവർഗ്ഗങ്ങൾ അല്ലേ? എന്നിവയൊക്കെ നമ്മൾ എന്ത് വേണം? നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ മത്സ്യം, മാംസം, പാല്, മുട്ട എന്നിവ കഴിക്കുന്നതും ആരോഗ്യത്തിന് നല്ലതാണ്. മത്സ്യം എന്ന് പറഞ്ഞാൽ മീൻ അല്ലേ? മാംസം, ഇറച്ചി എല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം അല്ലേ? അതുപോലെ പഴകിയതും കേടുവന്നതുമായ ആഹാരം കഴിക്കരുത്. പഴകിയ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ഇല്ല. പഴകിയതും കേടുവന്നതുമായിട്ടുള്ള ആഹാരങ്ങൾ ആരോഗ്യത്തിന് ദോഷം ചെയ്യും അല്ലേ? സ്വാദും നിറവും മണവും വർദ്ധിപ്പിക്കാൻ ചേർക്കാൻ പാടില്ലാത്ത പലതും ആഹാരത്തിൽ ചേർക്കുന്നുണ്ട്. അത്തരം ആഹാരങ്ങൾ ആരോഗ്യത്തിന് നല്ലതല്ല അല്ലേ? സ്വാദും നിറവും മണവൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യാണ്? ചേർക്കാൻ പാടില്ലാത്ത പലതും ആഹാരത്തിൽ ചേർക്കുന്നുണ്ടല്ലേ? അത്തരം ആഹാരങ്ങൾ ആരോഗ്യത്തിന് നല്ലതല്ല. ഓക്കെ, അടുത്ത പേജ് നോക്കൂ. ഓരോന്നിലും എന്തൊക്കെ എഴുതാം? 6 കോളങ്ങളുണ്ടല്ലേ? എന്തൊക്കെയാണ്? ധാന്യങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ, കിഴങ്ങുകൾ, പയറുവർഗ്ഗങ്ങൾ. ഓരോ കോളത്തിലും നമുക്ക് ഓരോന്നും എഴുതാം. ആദ്യം ധാന്യങ്ങൾ. ധാന്യങ്ങളുടെ കോളത്തിൽ എന്തെല്ലാം എഴുതാം? അരി, ഉഴുന്ന്, ഗോതമ്പ് അല്ലേ? ഇവയെല്ലാം ധാന്യങ്ങളാണ്. അതുപോലെ പഴങ്ങളുടെ കോളത്തിൽ വാഴപ്പഴം, മുന്തിരി, ആപ്പിൾ, ഓറഞ്ച്. ഇനിയുണ്ടല്ലേ ഒരുപാട് പഴങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഴങ്ങൾ എഴുതാം. അതുപോലെ തന്നെ അടുത്ത കോളം നോക്കൂ, പച്ചക്കറികൾ. പച്ചക്കറികൾ എന്തൊക്കെ അറിയാം മക്കൾക്ക്? തക്കാളി, വെണ്ടയ്ക്ക, പടവലം, ക്യാരറ്റ്, ബീട്രൂട്ട് അല്ലേ? ഇനിയും ഒരുപാട് പച്ചക്കറികളുണ്ടല്ലേ? മക്കൾക്ക് അറിയാവുന്ന പച്ചക്കറികളെല്ലാം ഈ കോളത്തിൽ എഴുതാം. അടുത്തതാ ഇലക്കറികൾ. ഇലക്കറികളിൽ എന്തെല്ലാം എഴുതാം? മുരിങ്ങയില, ചീരയില, തകര, തഴുതാമ അല്ലേ? അടുത്ത കോളം നോക്കൂ, കിഴങ്ങുകൾ. എന്തൊക്കെ കിഴങ്ങുകൾ എഴുതാം? ഉരുളക്കിഴങ്ങ്, ചേന, ചേമ്പ്, കാച്ചിൽ അല്ലേ? അതുപോലെ പയറുവർഗ്ഗങ്ങൾ. പയറുവർഗ്ഗങ്ങൾ കഴിക്കാറുണ്ടോ മക്കൾ?
എന്തൊക്കെ പയറുവർഗ്ഗങ്ങളാണുള്ളത് നോക്കൂ. ബീൻസ്, ചെറുപയർ, വൻപയർ, മുതിര അല്ലേ. ഇനി താഴെ നോക്കൂ, ഒരു വലിയ കോളം കണ്ടോ? കുറേ കോളം. നിങ്ങൾ ഒരാഴ്ച കഴിക്കുന്ന ആഹാരത്തിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? ഓരോ ദിവസവും പട്ടികയിൽ അടയാളപ്പെടുത്താം. എന്താണ്? അടിയിൽ ദിവസങ്ങൾ കൊടുത്തത് കണ്ടോ? ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി അല്ലേ. ഈ ആഴ്ചയിലുള്ള ഓരോ ദിവസവും നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ധാന്യങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ, കിഴങ്ങുകൾ, പയറുവർഗ്ഗങ്ങൾ, മുട്ട, പാല്, മീന്, മാംസം ഇതിലേതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതിന് നേരെ താഴെയായിട്ട് ടിക്കിടാനാണ് പറഞ്ഞത്. അത് ഓരോ ദിവസത്തതും നമ്മൾ ഓരോ ദിവസത്തിന് നേരെ ശരിയിടുക. ഓക്കെ. എന്നിട്ടോ അപ്പുറത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ കഴിച്ചതിൽ ഏത് വിഭാഗത്തിൽപ്പെട്ട ആഹാരമാണ് കൂടുതൽ വന്നത്? ഏത് ആഹാരമാണ് കൂടുതൽ വന്നത്? അതുപോലെ ഏറ്റവും കുറവ് കഴിച്ചതോ? നിങ്ങൾ ഏറ്റവും കുറവ് കഴിച്ചത് പഴങ്ങളാണോ, പച്ചക്കറികളാണോ, അതോ ധാന്യങ്ങളാണോ? എന്താന്ന് ഈ കോളത്തിൽ എഴുതാനാണ് പറഞ്ഞത്. അടുത്തത് നോക്കൂ, അരിയുണ്ട. എന്താണ്? അരിയുണ്ട. അരിയുണ്ട കഴിച്ചിട്ടുണ്ടോ മക്കൾ? അരിയുണ്ട ഇഷ്ടമാണോ? എന്നാൽ ഇവിടെ ഇവർ രണ്ട് പേരും കുറേ അരിയുണ്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലേ. അവരെങ്ങനെയാണ് അരിയുണ്ട ഉണ്ടാക്കിയതെന്ന് നമുക്ക് നോക്കാം. അരി കഴുകി ഉണക്കി ചട്ടിയിൽ വറുത്തു, മിക്സിയിൽ പൊടിച്ചു, തേങ്ങ ചിരകി, ശർക്കര ചുരണ്ടി അരിപ്പൊടിയിൽ ചേർത്തു, കൈകൊണ്ട് കുഴച്ച് ഉരുട്ടിയെടുത്ത് പാത്രത്തിൽ അരിയുണ്ടകൾ നിരത്തി വെച്ചു അല്ലേ. എങ്ങനെയാണ്? അരി കഴുകി ഉണക്കണം ആദ്യം, എന്നിട്ടോ ചട്ടിയിൽ വറുക്കുക, അതിനുശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക, എന്നിട്ട് തേങ്ങ ചിരകുക, ശർക്കര ചുരണ്ടിയതും രണ്ടും കൂടെ അരിപ്പൊടിയിൽ ചേർത്ത് കൈ കൊണ്ട് കുഴച്ച് ഉരുട്ടിയെടുക്കുക അല്ലേ. അപ്പോൾ അരിയുണ്ട റെഡിയാകും. എളുപ്പമാണല്ലേ, ഭയങ്കര എളുപ്പമല്ലേ. അപ്പോൾ അരിയുണ്ട കഴിക്കാത്തവർ എന്ത് വേണം? അമ്മയോട് പറയാ, എനിക്ക് അരിയുണ്ട ഉണ്ടാക്കാൻ അറിയാം, അരിയുണ്ട ഉണ്ടാക്കി തരുമോ, ഞാൻ പറഞ്ഞു തരാമെന്ന് പറയാം. ഓക്കെ. അപ്പോൾ താഴെ കൊടുത്തിട്ടുണ്ട് അരിയുണ്ടയിലെ ചേരുവകൾ എന്തെല്ലാം. എന്തൊക്കെ ചേരുവകളാണ് അരിയുണ്ടയിൽ അവർ ചേർത്തത്? അരി, തേങ്ങ, ശർക്കര അല്ലേ. ഓക്കെ. അടുത്തത് നോക്കാം, വായിക്കാം, പൂർത്തിയാക്കാം. കലം കഴുകി വെള്ളം ഒഴിച്ചു, അടുപ്പിൽ വെച്ചു, തീ കത്തിച്ചു, വെള്ളം തിളച്ചു, അരിയിട്ടു, അരി വെന്തു, ചോറ് വാർത്തു, കുഞ്ഞുമോൾ വന്നു, പാത്രം എടുത്തു, ചോറ് വിളമ്പി അല്ലേ. അപ്പോൾ താഴെ കൊടുത്തിട്ടുണ്ട് വാക്യങ്ങൾ ക്രമത്തിലാക്കാം അല്ലേ. എന്തൊക്കെയാണ്? പാത്രം അടച്ചു വെച്ചു, ഈച്ച വന്നു, ചുറ്റും പറന്നു, കുഞ്ഞുമോൾ കണ്ടു അല്ലേ. ഇതിൽ ഈ വാക്യങ്ങൾ ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞത്. ഇതിലേതായിരിക്കും ആദ്യം? ഈച്ച വന്നു, ചുറ്റും പറന്നു അല്ലേ. അവിടെ മുകളിൽ പറഞ്ഞിട്ടുണ്ട് ചോറ് വിളമ്പിന്നല്ലേ. അപ്പോൾ എന്താണ്? ഈച്ച വന്നു, ചുറ്റും പറന്നു. അതിനുശേഷം ഈച്ച വന്നത് എന്താണ്? കുഞ്ഞുമോൾ കണ്ടു. കുഞ്ഞുമോൾ കണ്ടപ്പോൾ പാത്രം അടച്ചു വെച്ചു. അപ്പോൾ എങ്ങനെയാണ്? ഈച്ച വന്നു, ചുറ്റും പറന്നു, കുഞ്ഞുമോൾ കണ്ടു, പാത്രം അടച്ചു വെച്ചു അല്ലേ. അടുത്തത് നോക്കാം, കണ്ടെത്താം, പറയാം. ചോറ് വിളമ്പിയ പാത്രം കുഞ്ഞുമോൾ അടച്ചു വെച്ചത് എന്തിനാണ് കുഞ്ഞുമോൾ അടച്ചു വെച്ചത്? അറിയോ മക്കൾക്കറിയോ? എന്തിനാണ്? ഈച്ച വരുന്നത് കൊണ്ടാണ് ചോറ് വിളമ്പിയ പാത്രം കുഞ്ഞുമോൾ അടച്ചു വെച്ചത് അല്ലേ. അടുത്തത് നോക്കാം, രുചിയുടെ പൊടിപൂരം. ഒരാളവിടെ എന്തൊക്കെയോ കഴിക്കുന്നുണ്ടല്ലേ. ചിത്രം നോക്കൂ, നമുക്ക് ഈ പാട്ട് പാടി നോക്കാം. അമ്മുവിനിഷ്ടം അച്ചപ്പം, അടയും വടയും കുഴലപ്പം. ഇന്ദുവിനിഷ്ടം ഇടിയപ്പം, ഇഡ്ഡലി, ദോശ, ചപ്പാത്തി. ഉസ്മാനിഷ്ടം ഊത്തപ്പം, ഉമ്മ ചുടുന്നൊരു പാലപ്പം. മധുവിനിഷ്ടം വട്ടേപ്പം,
മധുരം കിനിയും നെയ്യപ്പം. പലഹാരങ്ങൾ പലതുണ്ട്, പല പല രുചിതൻ പൊടിപൂരം. അടിപൊളി പാട്ടല്ലേ? ഈ പാട്ടിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരുപാട് അപ്പങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലേ? അല്ലേ? ഇഷ്ടം പോലെ അപ്പങ്ങളുടെ പേര് പറഞ്ഞിട്ടുണ്ടല്ലേ? എന്നാൽ താഴെ നോക്കൂ. പാട്ടിൽ പറയുന്ന പലഹാരങ്ങളുടെ പേരുകൾ പറയാം, എഴുതാം. എന്തൊക്കെ പലഹാരങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഈ പാട്ടിൽ? ഓരോന്നോരോന്നായി പറഞ്ഞോളൂ. അച്ചപ്പം, കുഴലപ്പം, ഇടിയപ്പം, ഊത്തപ്പം, ചപ്പാത്തി, പാലപ്പം, വട്ടയപ്പം, നെയ്യപ്പം, ഇഡലി, ദോശ. അല്ലേ? ഒരുപാട് അപ്പങ്ങളുണ്ടല്ലേ? ഇപ്പോൾ താഴെ നോക്കൂ. ഇനിയും ധാരാളം ആഹാര സാധനങ്ങളുണ്ടല്ലോ, എഴുതി ചേർക്കാം. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന ആഹാര സാധനങ്ങളുടെ പേരുകൾ താഴെ എഴുതി ചേർക്കുക. ലഡു, ഉള്ളിവട, പായസം, പത്തിരി, ജിലേബി, കേക്ക്, ഹൽവ, ഉണ്ണിയപ്പം, ബോണ്ട, പുട്ട്. ഇനിയും ഒരുപാട് ആഹാര സാധനങ്ങളുണ്ടല്ലേ? നിങ്ങൾക്കറിയാവുന്ന ആഹാര സാധനങ്ങളൊക്കെ എഴുതി ചേർക്കുക. അടുത്ത പേജ് നോക്കൂ. ഫ്രൂട്ട് സാലഡ് തയ്യാറാക്കാം. ഇവിടെ എന്താണ്, ചിത്രത്തിൽ എന്താണ് കാണുന്നത്? ദേ ഒരുപാട് കുട്ടികളുണ്ടല്ലേ? അവരൊക്കെ എന്ത് ജോലിയിലാണ്? ഒരുപാട് ഫ്രൂട്ട്സ് കൊണ്ടുവന്ന് എന്തൊക്കെയോ ഉണ്ടാക്കാൻ നോക്കുകയാണല്ലേ? ഇഷ്ടം പോലെ ഫ്രൂട്ട്സ് ഉണ്ടല്ലേ? എന്തെല്ലാം ഫ്രൂട്ട്സ് ആണുള്ളത് അവിടെ? തണ്ണിമത്തൻ, കൈതച്ചക്ക, മാമ്പഴം, ഓറഞ്ച്, ആപ്പിൾ, അങ്ങനെ പല പല പഴങ്ങളുണ്ടല്ലേ? അവരെന്താണ് ഉണ്ടാക്കുന്നത്? ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുകയാണ്. മക്കൾക്ക് ഇഷ്ടമാണോ ഫ്രൂട്ട് സാലഡ്? ആർക്കൊക്കെ ഇഷ്ടം? അതിഷ്ടമില്ലാത്ത ആരും ഉണ്ടാകില്ല അല്ലേ? അപ്പോൾ ഫ്രൂട്ട് സാലഡിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താണെന്നാണ് ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ വേണം? ആപ്പിൾ, കൈതച്ചക്ക, മുന്തിരി, തണ്ണിമത്തൻ, ഏത്തപ്പഴം, മാമ്പഴം, കിവി. അല്ലേ? ഓക്കെ. ഫ്രൂട്ട് സാലഡിന് ഉപയോഗിക്കുന്ന പഴങ്ങൾ എന്തൊക്കെയെന്ന് മക്കൾക്ക് അറിയാവുന്നതെല്ലാം ആ കോളത്തിൽ എഴുതാം. താഴെ നോക്കൂ. തയ്യാറാക്കുന്ന വിധം. എങ്ങനെയാണ് തയ്യാറാക്കുക? പഴങ്ങൾ നന്നായി കഴുകിയെടുക്കുക. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വൃത്തിയുള്ള ഒരു പാത്രത്തിലേക്ക് ഇടുക. ആവശ്യത്തിന് മധുരം ചേർക്കുക. നന്നായി ഇളക്കുക. ഫ്രൂട്ട് സാലഡ് റെഡി. സിമ്പിളാണല്ലേ? ഓക്കെ. അപ്പം നമ്മൾ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാനും പഠിച്ചു, നേരത്തെ അരിയുണ്ട ഉണ്ടാക്കാനും പഠിച്ചു അല്ലേ? ഓക്കെ. അടുത്തത് നോക്കൂ. കടങ്കഥകൾ വായിക്കാം, ഉത്തരം കണ്ടെത്താം. കടലിൽ നിന്ന് വരുന്നു ഞാൻ, അടുക്കള തന്നിലിരിക്കും ഞാൻ, വെള്ളം തൊട്ടാൽ അലിയും ഞാൻ, പറയൂ പറയൂ ഞാൻ ആര്? ആരാണ്? ഉപ്പ് അല്ലേ? അടുത്തത് നോക്കൂ. ഏതു കറിക്കും രുചിയേകാൻ കൂട്ടുവിളിക്കാറുണ്ടെന്നെ, കറികൾ വെന്തു കഴിഞ്ഞെന്നാൽ പിന്നീടാർക്കും വേണ്ടെന്നെ. അല്ലേ? കറിയിൽ നിന്ന് നമ്മൾ എടുത്ത് കളയുന്ന ഒരു സാധനമുണ്ട്. എന്താണത്? കറിവേപ്പില അല്ലേ? ഓക്കെ. താഴെ നോക്കൂ. കൂടുതൽ കടങ്കഥകൾ കണ്ടെത്തി എഴുതാം. 1000 തത്തയ്ക്ക് ഒരു കൊക്ക്. എന്താണ് ഉത്തരം? വാഴക്കുല. കാലൊന്നേയുള്ളൂ യാത്രയേറെ, കുട. കുത്തുന്ന കാളക്ക് കണ്ണ് പിന്നിൽ, സൂചി. പാൽ മൊന്തയിൽ കരിമീൻ. എന്താണ് ഉത്തരം? കണ്ണ്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന കടങ്കഥകളെല്ലാം ഈ കോളത്തിൽ എഴുതാം. അടുത്തത് നോക്കൂ. ചിത്രം നോക്കി കഥ എഴുതാം. ഈ ചിത്രം നോക്കിയിട്ട് ഒരു കുഞ്ഞു കഥ എഴുതാം. മക്കൾക്ക് ഇഷ്ടമുള്ള ഒരു കുഞ്ഞു കഥ എഴുതാം. എന്താണ്? ഇവിടെ കോഴി പത്തിരി ചുടുന്നുണ്ടല്ലേ? പൂച്ചതേ അത് എടുത്തുകൊണ്ട് പോകുന്നുമുണ്ട് അല്ലേ? അപ്പോൾ എൻ്റെ മക്കൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നല്ല ഒരു കഥ ഉണ്ടാക്കി എഴുതാം. ഓക്കെ. ദെൻ അടുത്തത് വരികൾ കൂട്ടിച്ചേർക്കാം. എന്താണ്? അപ്പം ഇടിയപ്പം, അച്ഛൻ ചുട്ടു ഇടിയപ്പം. അപ്പം പാലപ്പം, അമ്മ ചുട്ടു പാലപ്പം അല്ലേ?
അപ്പോൾ താഴെ നോക്കൂ, അവിടെ വരികൾ കൂട്ടിച്ചേർക്കാനാണല്ലേ. അപ്പോൾ നമുക്ക് എന്തെഴുതാം? അപ്പം അപ്പം ഇടിയപ്പം അച്ഛൻ ചുട്ടു, അപ്പം അപ്പം നെയ്യപ്പം മുത്തശ്ശി ചുട്ടു നെയ്യപ്പം, അല്ലേ? അപ്പം അപ്പം വട്ടയപ്പം ചേച്ചി ചുട്ടു വട്ടയപ്പം. അങ്ങനെ നമുക്ക് ഉണ്ടാക്കി എഴുതാം അല്ലേ. അടുത്തത് ഞാൻ പറയട്ടെ. ദേ ഇവിടെ കുറേ പലഹാരങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഇഡലി പറയാണ്, എന്നെ ആവിയിലാണ് വേവിക്കുന്നത്, അരിമാവ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്, അല്ലേ? അപ്പോൾ ദാ അപ്പുറത്ത് നിന്ന് ഉണ്ണിയപ്പം പറയാണ്, എന്നെ എണ്ണയിലാണ് ചുടുന്നത്, എനിക്ക് നല്ല മധുരമാണ് എന്ന്, അല്ലേ? അപ്പോൾ അപ്പുറത്ത് നിന്ന് പുട്ട് എന്തോ പറയുന്നുണ്ട്, അല്ലേ? എന്താണ് പുട്ട് പറയുക? എന്നെ ആവിയിലാണ് വേവിക്കുന്നത്, അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്നു, എന്നെ പഴവും കൂട്ടി കഴിക്കുന്നു, അല്ലേ? മക്കൾക്ക് ഇതിൽ ഏത് പലഹാരമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഉണ്ണിയപ്പമാകൂല്ലേ, അതല്ലേ മധുരമുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക.